ഹായ്, ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന, അതായത് 14/12/2024 ഡിസംബർ 14 നടന്ന ക്ലർക്ക് മലയാളം ആൻഡ് തമിഴ് നോയിങ്, മലയാളം തമിഴ് അറിയുന്നവർക്ക് എന്ന നിലക്ക് നടത്തിയ ക്ലർക്ക് പരീക്ഷയുടെ മലയാളത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് എല്ലാ 20 ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മലയാളത്തിൻ്റെ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളെയും കിടക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമി എന്ന അർത്ഥം വരുന്ന പദമേത് എന്നുള്ളതാണ്. അതിന് ഉത്തരമായി വരുന്നത് മന്ന എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 62ാമത്തെ ക്വസ്റ്റ്യൻ, ഇവൾ എന്ന് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഇ പ്ലസ് അൾ, ആ പ്ലസ് അൻ, അവൻ എന്നൊക്കെയാണല്ലോ അല്ലേ. ആ പ്ലസ് അന്നാണ് അവൻ. അതുപോലെ ഇ പ്ലസ് അൾ ആണ് ഇവൾ എന്നുള്ളത് കേട്ടോ. അന്ന് കേട്ടോ. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 63ാമത്തെ ക്വസ്റ്റ്യൻ, സോർത്തൻ എന്ന പദത്തിലെ പുല്ലിംഗ പര്യായം ഏതാ? സോർത്ത അൻ അല്ലേ. സോർത്തമുള്ള അന്ന് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക കേട്ടോ. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രഹത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എഴുതുക. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി, ഗാർഹികം എന്നുള്ളതാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക എന്നുള്ളതാണ്. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് മിക്സായിട്ട് കാണുന്നതാണ്. ഏതാണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തതാണ് അലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഉത്തരമായി കാണുന്നത് ഓപ്ഷൻ സി ആണ്, ജോലിക്കാർ എന്നുള്ള. ജോലിക്കാരിൽ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. ഈ അലിംഗ ബഹുവചനം അല്ലാത്തത് സലിംഗ ബഹുവചനം, നേരെ എതിരാണ് സലിംഗ ബഹുവചനം. അതിലെന്തായിരിക്കാം? ഒന്നിരിക്കെ ആണുങ്ങളെ, ഗായകന്മാർ എന്നുള്ള ആണുങ്ങളെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾ, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് സലിംഗ ബഹുവചനം. അതുമല്ലെങ്കിൽ നപുംസകത്തിനും സലിംഗം എന്ന് പറയാം. ഇവിടെ നപുംസകം ഓപ്ഷനില്ല. അപ്പോൾ ഇതിൽ കൊടുത്ത ഒന്ന് പുല്ലിംഗവും സ്ത്രീലിംഗവും. ഇതെന്താണ്? ഇത് അലിംഗ ബഹുവചനമാണ്. അപ്പോൾ ഇത് രണ്ടും എന്തിൽ വിടും? സലിംഗ ബഹുവചനത്തിൽ വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. മരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സലിംഗ ബഹുവചനം തന്നെയാണ്. അത് ലിംഗമില്ലാത്തതെന്ന അർത്ഥത്തിനല്ല. അപ്പോൾ സലിംഗം എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കുക പുല്ലിംഗമാകാം, അല്ലെങ്കിൽ സ്ത്രീലിംഗമാകാം, അല്ലെങ്കിൽ നപുംസക ലിംഗമാകാം. പ്രത്യേകം ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ പല പരീക്ഷയ്ക്കും കാണാവുന്നതാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിഷമിപ്പിക്കുക എന്നുള്ളതാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, സഫലം വിപരീത പദം എഴുതുക. സഫലം എന്നതിന് വിപരീതം വിഫലം എന്നുള്ളതാണ് അല്ലേ, ഫലമില്ലാത്തത്. 68ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, പ്രക്ഷുബ്ധം എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ സി, പ്രക്ഷുബ്ധം. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ലേ, പ്രക്ഷുബ്ധം. ഈ രൂപത്തിൽ മറ്റേ പ്രക്ഷുബ്ധം എന്നല്ലേ ഉള്ളൂ അല്ലേ, പ്രക്ഷുബ്ധം എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 69ാമത്തെ ക്വസ്റ്റ്യൻ, ആമോദം എന്ന പദത്തിന് സമാനമായ പദം ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് സന്തോഷം. ഓപ്ഷൻ എ ആണ് ആമോദം. അതിന് നേരെ പര്യായം എഴുതുന്നത് സന്തോഷം എന്നുള്ളതാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക എന്നുള്ളതാണ്. കരഞ്ഞു പ്ലസ് ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യും? കരഞ്ഞു പ്ലസ് ഈ ഉകാരം എന്ത് ചെയ്യും? ലോപിച്ചു പോകും. അങ്ങനെ ലോപസന്ധിയാണത് വരിക. കരഞ്ഞില്ല എന്ന് ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരും. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഡംഭം എന്ന പദത്തിൻ്റെ പര്യായ പദം ഏത് എന്നുള്ളതാണ്. ഡംഭം എന്ന് പറഞ്ഞതിന് പര്യായം വരുന്നത് അഹങ്കാരം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക, അഹങ്കാരം. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക എന്നുള്ളതാണ്. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. അപ്പോൾ എന്താ? അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. അവിടെ ഘടകപദം ഉപയോഗിക്കുന്നതിന് ഏതാണ്? അപ്പോൾ എന്നുള്ളതാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ, ചിന്മയം, വാക്മയം, ചിന്മയം അല്ലേ എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതും? ചിത് അധികം മയം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. 74ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷം വിപരീത പദം എഴുതുക. കൃഷം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമാണെന്ത്? മെലിഞ്ഞത് എന്നർത്ഥം വരുന്നത്. അതിന് നേരെ വിപരീതമായിട്ട് തടിച്ചത് എന്നർത്ഥം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, മേധുരം എന്നുള്ളതാണ്. അർത്ഥം കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. 75ാമത്തെ ക്വസ്റ്റ്യൻ, സാക്ഷി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ഉത്തരമായിരുന്നു ഓപ്ഷൻ ഡി, സാക്ഷിണിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. 76ാമത്തെ ക്വസ്റ്റ്യൻ, ദുഃഖം സമാന പദം എഴുതുക. ദുഃഖം എന്നതിൻ്റെ അതേ അർത്ഥം വരുന്ന പദം ഇണ്ടൽ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക, ഇണ്ടൽ. 77ാമത്തെ ക്വസ്റ്റ്യൻ,
ശരിയായ പദം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവശിഷ്ടം എന്നുള്ളതിന് ഈ ടായാണ് വരിക, അതുകൊണ്ട് ഇത് തെറ്റാണ്. അതുപോലെ അടിമത്വം എന്നല്ല, അടിമത്തം എന്നിങ്ങനെ തന്നെ എഴുതണം, ഈ തം തന്നെ വരണം, അടിമത്തം. അതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണ്. യാദൃശികം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നികൃഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത് കേട്ടോ പ്രത്യേകം. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, പിന്നിൽ നിന്ന് കുത്തുക എന്നതിൻ്റെ പരിഭാഷ ബാക്ക് സ്റ്റാബിങ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. അതുപോലെ 79ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികമുണ്ട്. പുസ്തകങ്ങൾ 100-ലധികം വേണ്ട, പുസ്തകം എന്ന് മതി, ഇത് തെറ്റ്. നാം എന്നും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കും. എന്നും രാവിലെ എന്നുള്ളതും നിത്യവും എന്നുള്ളതും ഒരേ പദമാണ്, അതും തെറ്റാണ്. അത് രണ്ടും തെറ്റായി കാണുന്നു. വിഹഗങ്ങൾ പക്ഷികൾക്കൊപ്പം ആവേശത്തോടെ പറന്നുയർന്നു. അതുപോലെ വിടർന്ന് നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. ഇതും എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ സിയും ഡിയും എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് പഠിക്കാം, തെറ്റ് പറഞ്ഞാൽ പിന്നെ അത് അതുപോലെ പഠിക്കരുത്, അതുകൊണ്ടാണ് പറയാത്തത്. 80ാമത്തെ ക്വസ്റ്റ്യൻ, എന്നും പകിട 12. എയും ബിയും തെറ്റാണ്, സിയോ ഡിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ്, എന്നും വിജയം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, ഇനി ഇതിൽ 20 ക്വസ്റ്റ്യൻ കൂടെ ജനറലായി വന്നതെന്ന് തമിഴ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ജനറൽ പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ അതും കൂടി ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.